അഹമ്മദാബാദിലെ എയർ ഇന്ത്യയുടെ വിമാനം തകർന്നു. 242ഓളം പേര് മരിച്ചു. ഇതിലെ യാത്രക്കാർക്കെല്ലാം അല്ലെങ്കിൽ ഇതിൽ യാത്ര ചെയ്തവർക്കെല്ലാം ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുമോ എന്ന ഒരു ഡൗട്ടാണ് കസ്റ്റമർ എന്നോട് ചോദിച്ചത്. നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാറുണ്ട്, ഓഫ്ലൈനായിട്ട് ഏജന്റ് ത്രൂ ബുക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ബുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളോട് ചോദിക്കും, അതായത് പേയ്മെന്റ് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ്, ഫൈനൽ സ്റ്റെപ്പിന് മുമ്പ് ചോദിക്കും ഇൻഷുറൻസ് ഇതിനകത്ത് ആഡ് ഓൺ ചെയ്യണമെന്നുള്ളത്. ചെറിയൊരു പ്രീമിയൊക്കെ ആയിരിക്കും വരുന്നത്, പക്ഷേ നമ്മൾ ആ ഒരു ഡിസ്കൗണ്ടിന് വേണ്ടി നമ്മളത് സ്കിപ്പ് ചെയ്ത് പോകാറാണ് ആസ് യൂഷ്വൽ കുറേ ആൾക്കാരുടെയും ഒരു രീതി എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുന്നവർ വലിയൊരു നെഗറ്റീവാണ് ചെയ്യുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇൻഷുറൻസ് പരിരക്ഷ അത്യാവശ്യമാണ്. ഇൻഷുറൻസ് എന്തിനാണ്? ഇൻഷുറൻസിൽ ഒരിക്കലും നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, പക്ഷേ നമുക്കുണ്ടാകാൻ വേണ്ടി പോകുന്ന നഷ്ടങ്ങളുടെ തോത് കുറച്ചുകൊണ്ട് വരാം. ഇപ്പോൾ ഒരു ലൈഫ് ഇൻഷുറൻസിൻ്റെ കേസൊക്കെ ആണെങ്കിൽ നമ്മൾ ഇല്ലാതായി പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലീനെ എങ്ങനെ സേഫ് ആക്കാം, അല്ലെങ്കിൽ ഫാമിലീനെ ആ ഒരു ആള് മരിച്ചു പോയതിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, പക്ഷേ നമ്മൾ ഉണ്ടായിരുന്നെങ്കിൽ എന്താണ് നമ്മുടെ ഫാമിലിയുടെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ്, അത് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി കഴിയും. അതിനാണ് ഇതുപോലത്തെ ഇൻഷുറൻസുകളുടെ ഇമ്പോർട്ടൻസ് വരുന്നത്. അല്ലാതെ നമ്മൾ മരിച്ചിട്ട് പൈസ ഉണ്ടാക്കേണ്ട, അല്ലെങ്കിൽ നമ്മുടെ പൈസ കൊണ്ട് നമ്മളെ മരിച്ചതിൻ്റെ പൈസ കൊണ്ടിട്ട് ജീവിക്കേണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡൊന്നും അല്ല. ഇവിടെ ലൈഫ് ഇൻഷുറൻസിലായാലും ഈ ട്രാവൽ ഇൻഷുറൻസിലായാലും ആക്സിഡന്റൽ ഇൻഷുറൻസ് ആയാലും ഇങ്ങനെയാണ് അതിൻ്റെ അതർ സൈഡ് വരുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗുണം വരുന്നത് ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻസിലാണ്. അപ്പോൾ ഇവിടുത്തെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാവൽ ഇൻഷുറൻസ് ആണെങ്കിൽ ട്രാവൽ ഇൻഷുറൻസിൽ ആഡ് ഓൺ കവേഴ്സ് ആയിട്ട് പല ഫീച്ചറുകൾ വരാറുണ്ട്. ഇപ്പോൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ബാഗേജസ്, അല്ലെങ്കിൽ നമുക്ക് ഫ്ലൈറ്റ് ഡിലേ വന്നാൽ, ഫ്ലൈറ്റ് ക്യാൻസലേഷൻ വന്നു കഴിഞ്ഞാൽ, ഫ്ലൈറ്റിന് എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ ഇതിനൊക്കെ പരിരക്ഷ ലഭിക്കും. ഓരോരോ സംരക്ഷണം ആയിരിക്കും. പക്ഷേ ഇതുപോലത്തെ മേജർ കേസുകളാണെങ്കിൽ തന്നെ ലംസമായിട്ടാണ് എമൗണ്ട് കിട്ടാറുള്ളത്. അതായത് 1 കോടിക്ക് മേലേക്ക് നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം നമ്മൾ ആ ഒരു ചെറിയൊരു സ്കിപ്പിന് വലിയൊരു വില ഭാവിയിൽ കൊടുക്കേണ്ടി വരും. പിന്നെ അതർ ഇൻഷുറൻസ് വരുന്നത് അപകട ഇൻഷുറൻസ് ആണ്. നമ്മൾ ആരെങ്കിലും അപകട ഇൻഷുറൻസ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഈ ഒരു കേസിൽ ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ ലൈഫ് ഇൻഷുറൻസ് എടുത്ത ഒരാളാണെങ്കിൽ അദ്ദേഹം മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ നോമിനിക്ക് ഇവിടെ ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് മേജർ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇൻഷുറൻസ്. ഇതുപോലത്തെ ഫ്ലൈറ്റ് ക്രാഷിനൊക്കെ പറ്റി വരുന്ന സിറ്റുവേഷൻസിൽ നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുള്ള ഒരാൾക്ക് ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ ക്ലെയിം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഹോസ്പിറ്റലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഡെത്ത് ആയി കഴിഞ്ഞാൽ കിട്ടില്ല. പിന്നെ ചില ഇൻഷുറൻസിൽ മരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതുണ്ട്, എക്സെപ്ഷണൽ കേസാണ്, അല്ലെങ്കിൽ പെർമനന്റ് ഡിസേബിലിറ്റി, അങ്ങനത്തെ കേസിലൊക്കെ കിട്ടുന്നതുണ്ട്. മെജോറിറ്റി ട്രാവൽ ഇൻഷുറൻസ്, ആക്സിഡന്റൽ ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ് ആണ് ഇവിടെ വർക്കൗട്ട് ആവുന്നത്.